Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. പുതിയ വിഭവങ്ങളുമായിട്ട് നമ്മൾ കാണുമ്പോഴേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് മോളി, എന്താ പറയുക, മട്ടൺ മപ്പാസ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എഗ് മോളിയാണ് ചെയ്യുന്നത്. എഗ്ഗ് വെച്ച് സ്റ്റൂ ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മോളി ചെയ്യാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാര്യം എന്നാന്നോ, വെജിറ്റേറിയൻകാർ എന്ന് പറയുമ്പോൾ അവർ മുട്ട കഴിക്കും, മിക്ക പേരും കഴിക്കാറുണ്ട്. ഇപ്പോൾ ചിലർ മാത്രമൊക്കെ ഉള്ളൂ അത്ര കാര്യമായിട്ട് നോക്കുന്നത്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അല്ല ഇതൊന്നും വേണ്ട, പക്ഷെ മുട്ട ഞാൻ കഴിക്കും, കുഴപ്പമില്ല എന്ന് പറയും. അതുകൊണ്ട് അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് നോൺ വെജ് ആക്കേണ്ടവർക്ക് നോൺ വെജ് ആക്കാം, അതല്ല വെജ് ആക്കേണ്ടവർക്ക് വെജ് ആക്കാം. ഇനിയിപ്പോൾ എന്നതാണേലും ഡിഷ് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല എന്നാ പറയുക, നല്ല ഗ്രില്ല് ചെയ്തിട്ട് ബ്രെഡൊക്കെ കഴിക്കുക അന്നേൽ അത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചൂടപ്പം ഉണ്ടാക്കി കഴിക്കുക. വെള്ളയപ്പം ആവാം, പാലപ്പം ആവാം, പക്ഷെ വട്ടയപ്പം വെക്കുകയല്ല അതിൻ്റെ കൂടെ. വട്ടയപ്പത്തിൻ്റെ കൂടെ നല്ല എന്താ പറയുക, സ്പൈസി മട്ടൺ കറിയോ അല്ലെങ്കിൽ ഒരു നല്ല ബീഫ് കറിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് അപ്പയോ ഒക്കത്തുള്ളൂ, അപ്പോ ബ്രെഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. അല്ല ചപ്പാത്തീസ് ഓക്കെ, അതും ആണെങ്കിലും കഴിക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാ. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. നമ്മുടെ വീട്ടിൽ ഏതാ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അത് മതിയെന്നേ. ഇനിയിപ്പോൾ ഇന്നൊന്നും നോക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന വെജിറ്റബിൾ ഓയിലാ. കുറച്ച് കടുക്, ഇച്ചിരി ഉലുവ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പച്ചമുളക്, സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാ, കുറച്ച് ടൊമാറ്റോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഒന്നാം പാലായത്. പിന്നെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നാന്നോ, എളുപ്പത്തിനാണ്, ഇച്ചിരി ബുൾസായ ഉണ്ടാക്കി വെച്ചേക്കുക. ഇനി ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ബുൾസായ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഉപ്പ് കുരുമുളക് അതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട, പ്ലെയിൻ ആക്കാം. പക്ഷെ ഇച്ചിരി ഉപ്പിടുന്നതുകൊണ്ട് തരക്കേടില്ല. പിന്നെ ഫിഷ് മോളി ആയാലും എന്താ പറയുക, ഇറച്ചി വെച്ചിട്ട് ചെയ്യുന്ന ആയാലും നമ്മുടെ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ആയാലും എല്ലാത്തിനും ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ, കുരുമുളകാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് കുരുമുളക് ഇടണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. അപ്പം അതിൻ്റെ എരിവായിരിക്കണം ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കേണ്ടത് എന്നും ഞാൻ പറയില്ല. ബാലൻസ്ഡ് ആയിരിക്കണം, പക്ഷേ കുരുമുളക് വേണം, ഇല്ലെന്ന് പറയില്ല. ഇതേപോലെ ഒത്തിരി നമ്മൾ അങ്ങ് പൗഡേർഡായിട്ട് പൊടിക്കണ്ട, ഇച്ചിരി ഒന്ന് തല്ലി എടുക്കുന്ന നല്ലേ. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് കറികൾ ഇവിടെ ഉണ്ടാക്കുമല്ലേ, അന്നേരം എല്ലാത്തിനുമായിട്ട് ചേർന്ന് പോകാനൊക്കെ ആയിട്ട് ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പാനിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് വെച്ച് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കടുകിടാം. ഇതിനകത്തും അതെ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അതല്ല ഈ പറഞ്ഞ പോലെ അരിഞ്ഞിടാനാന്നേൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകാണ്. ഞാൻ കുരുമുളക് ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞു, പക്ഷേ എന്നാലും എരിവ് എന്ന് പറയുന്നത് പച്ചമുളകാണ്. എന്ന് വെച്ചാൽ കുരുമുളക് ഇടുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി തല്ലി ഇടുവാന്നേൽ അതാ ഏറ്റവും രുചിയായിട്ട് വരുന്നത്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 മണി ഉലുവ ഇട്ടേച്ചാൽ മതി. ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച സവാള, സവാളയുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കണേ. അരിഞ്ഞേക്കുന്നതാന്നേലും ചതച്ചതാന്നേലും മേടിച്ചതാന്നേലും എണ്ണ ആണേലും ഇട്ടു. ഇറച്ചി മീനും പോലെ ഒത്തിരി ഇതിനകത്ത് ഗ്രേവിക്കകത്ത് അങ്ങനെ അങ്ങ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിടിച്ച് അങ്ങനെ ചേരാനും മാത്രമൊന്നുമില്ല. അതിൻ്റെ ഒരു രുചി മാത്രം മതി. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു 3/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. ഫിഷ് മോളി ചെയ്യുമ്പോഴും ഈ മുട്ടയുടെ മോളി ചെയ്യുമ്പോഴും എഗ് മോളി ചെയ്യുമ്പോഴും ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്നോട്ടെ, എന്നാൽ ആ ഗ്രേവിക്ക് ഉണ്ടല്ലോ ഇച്ചിരി തിക്നെസ് കിട്ടത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും
നമ്മുടെ സവാളയും ഒന്ന് ഇച്ചിരി നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോൾ, അതായത് വഴന്നതിന് മുന്നായിട്ട് ഒന്ന് ഇച്ചിരി ഒന്ന് ചേരുവല്ലേ, പ്രത്യേകമല്ല, എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേന് എരിവ് കണക്കാക്കി പച്ചമുളക്. ചില പച്ചമുളക് ഒത്തിരി എരിവ, ചിലതാന്നേലല്ല. അപ്പം എങ്ങനെ അറിയുന്നില്ല, തിന്ന് നോക്കാൻ ഒക്കെയല്ല. പക്ഷെ എന്നാൽ ആദ്യം ഒരു ഇച്ചിരി ഇട്ട് നോക്കണം. പിന്നെ ചേരുവ് ഇച്ചിരി പോരാൻ തോന്നുവാന്നേൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കീറി ഇട്ടേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി, ഒത്തിരിയല്ല, നമ്മളിപ്പോൾ ടൊമാറ്റോ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഇതിനകത്ത് ഇറച്ചിയും മീനും പോലെ ഒന്നും പിടിക്കാനില്ലല്ലോ. അന്നേരം ഒരു പേരിന് ഏറ്റവും കുഞ്ഞു ടൊമാറ്റോ അന്നേൽ അത്രയും കുഞ്ഞു ടൊമാറ്റോ പകുതി, അതിൻ്റെയും പകുതി. എന്നാത്തിനാണെന്ന് അറിയാം, ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും കാണുകയില്ല. അപ്പോൾ ഇച്ചിരി അതൊന്നും കാണണ്ടേ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന 1 or 2 പേർക്കേ കഴിക്കാൻ ഒക്കത്തുള്ളൂ. അത്രയും നമ്മുടെ കയ്യിൽ എത്രയാണ് ഇരിക്കുന്ന ക്വാണ്ടിറ്റി, എത്രയാണ് നമ്മൾ എടുക്കുന്നത്, എത്ര മുട്ടയാണ് വേണ്ടിയത്, എത്ര പേരാ ഉള്ളത്, അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനേ. ഇതൊരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വാടിക്കോട്ടെ. നീളത്തിൽ അരി വന്നാൽ ഇതിനെക്കാട്ടിലും സ്പീഡിൽ അതൊന്ന് വഴന്ന് കിട്ടുവേ. ഇനിയിപ്പോൾ നീളത്തിൽ അരിഞ്ഞാൽ എന്നാ, കുഞ്ഞായിട്ട് അരിഞ്ഞാൽ എന്നാ, ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടാനേ ഉള്ളൂ. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിൻ്റെയൊക്കെ മണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാതെ ഇരിക്കാൻ പാടില്ല. കറിവേപ്പില ഇട്ടേ പറ്റും. അതും കൂടി ഇടുമ്പോൾ ആ കറിക്ക് ഉണ്ടാവുന്ന ഒരു മണം ഉണ്ടല്ലോ, കറിക്കെന്ന് മാത്രമല്ല, അത് ആ എണ്ണയിലോട്ട് ഇട്ടൊന്ന് മൂക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം കറിയുടെ ഗുണം എങ്ങനെ പോകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഒന്നും പറയുകയില്ല, വെച്ച് കഴിഞ്ഞേച്ചേ പറയും. ഇതിനകത്തോട്ട് അത് നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാൻ പോവാം. ഒരു ഇച്ചിരി ഇടുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതില്ലെന്നുണ്ട് ചതച്ച മുളക് ഇട്ടാലും മതി, ചതച്ച കുരുമുളക്. ഇതെല്ലാം ഒത്തിരി കൂട്ടരുത്. മഞ്ഞപ്പൊടിയുടെ ഒക്കെ അളവ് പറയാമെന്നെങ്കിൽ എങ്ങനെ പറയാനാ, ഒരു നമുക്കറിയാമല്ലേ ഒരു കറിക്ക് വേണ്ടി ഒരു മഞ്ഞ നിറം എന്തോരാന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്തേച്ചാൽ മതി. കുരുമുളക് ആന്നേൽ പച്ചമുളകിൻ്റെയും കൂടെ നോക്കിയേച്ച് വേണം കുരുമുളക് ചേർക്കാൻ. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവാണ്. അതായത് ആ ഉള്ളി ഒന്ന് വേവണം. രണ്ടാം പാൽ ഒഴിക്കുവാന്നേൽ അങ്ങനെ, അല്ലെന്നുണ്ടേൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ രണ്ടാം പാൽ ആക്കണമെന്ന് വിചാരിച്ചോ, അതായത് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് 1-ാം പാലിൽ നിന്ന് ഒരു ഇച്ചിരി കൂടെ അങ്ങോട്ട് ഒഴിച്ചേച്ചാൽ മതി. ഇപ്പം 2-ാം പാലായില്ലേ. ഉള്ളി മൂക്കാനുള്ള ഉപ്പേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഗ്രേവിക്കായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല. നേരെ ഒരു ഇച്ചിരി ഉപ്പേ അതും ഇച്ചിരി ഇടത്തുള്ളൂ. ഇനിയിപ്പോൾ അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലേലുണ്ടല്ലോ ഉപ്പ് കൂടി പോകും. ഇനി ഈ ഫിഷ് മോളിക്ക് എന്നാന്നോ ഒത്തിരി കട്ടി കിട്ടുകയില്ല, അതായത് ഇച്ചിരി വാട്ടറി ആയിരിക്കും. അതൊന്ന് മാറാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കണം, അതല്ലെങ്കിൽ ഇച്ചിരി കോൺഫ്ലവർ കലക്കുക, അല്ലെങ്കിൽ ഇച്ചിരി മൈദ കലക്കുക. ഈ മാവ് ചേർക്കുമ്പോൾ മാത്രം ഒത്തിരി അങ്ങ് ചേർത്തേക്കല്ല, കറിക്ക് മുഴുവനും ഒരു മാവിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇച്ചിരി മാത്രം ചേർത്താൽ മതി. ഒന്ന് ഇച്ചിരി കുറുകാനായിട്ട് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുവാണെങ്കിൽ ഒരു 2-3 എണ്ണം അത്രയും മതി. അത് നല്ല പേസ്റ്റായിട്ട് അരച്ച് വേണം ചേർക്കാൻ. ചേർക്കുമ്പോൾ 1-ാം പാൽ എടുക്കുകയല്ലേ, പക്ഷെ അതിൽ നിന്ന് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലോണം അരച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുക. അതിനകത്ത് അധികം വേവാനൊന്നും ഇല്ലല്ലോ. ഉള്ളി വഴറ്റി കുറച്ചുകൂടെ നല്ലതായിട്ട് നമ്മൾ വഴറ്റി വന്നേൽ ഈ പറഞ്ഞ പോലെ ഇത്രയും പോലും നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് വേറെ ഒരു വെജിറ്റബിൾ നമ്മൾ ചേർക്കുന്നില്ല. ഈ ഉള്ളിയും ഈ പറഞ്ഞ പോലെ തക്കാളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് എന്നാ വേവായിരിക്കുന്നത് അല്ലേ, ഒട്ടുമില്ല. അപ്പോൾ എന്നാ ചെയ്യണം, ഒരുപാട് വേവിക്കാനില്ല, ഗ്രേവിയായിട്ട് കൂട്ടാനും നമ്മുടെ കയ്യിലൊന്നും കാണുകയില്ല. അപ്പോൾ എന്നാ ഇച്ചിരി ഒന്ന് വെന്ത് അതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അതെന്നാ വേണ്ടിയെന്നേ.
എന്നാലും നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന ആ ഫസ്റ്റ് വെള്ളം ഒന്ന് വറ്റിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചേച്ച് ഒന്ന് ആവി കയറുവല്ലേ അന്നേരം അങ്ങ് ഓഫ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കുവാന്നേൽ പിരിഞ്ഞു പോകും. ഇനി ഇത് ഏകദേശം വറ്റി തുടങ്ങി. ഇനിയാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒന്നാം പാല് ഒഴിക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ നോക്കാം. ഇച്ചിരി കുരുമുളക് ഉണ്ടല്ലോ ചതച്ചിടുവാന്നേൽ കുറച്ചുകൂടെ നല്ലതാ. ഇപ്പം നല്ലതായിട്ട് അത് തിളച്ചു, ചൂട് നല്ലോണം കയറി. ഇനി അധികമായിട്ട് തിളപ്പിക്കുകയില്ല. തിളപ്പിക്കാതെ അത് ഓഫ് ചെയ്താൽ നമുക്ക് പിരിയാതെ എടുക്കാൻ നോക്കും. ഇനി എന്നാ ചെയ്യുന്നത്, ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ മേളിൽ പുൽസൈ ഇങ്ങനെ വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മൂളി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയിട്ടാൽ എന്നാ എന്ന് ചോദിക്കും. ഒരു കുഴപ്പമില്ല. എന്നാന്നറിയോ, മുട്ട പുഴുങ്ങിയാലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയാലും എല്ലാം മുട്ടയുടെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഒരു പ്രസൻറ്റേഷനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു ബൗൾ എടുത്താൽ ഒരാൾക്കേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും സെർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ഒരാളേ ഉള്ളൂ എന്നല്ലേ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് കൊല്ലം ഷാഫിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽബംസിൽ കൂടെ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ ഹിറ്റായിട്ടുണ്ട്. നല്ല പരിചയമാണ് നമുക്ക് പുള്ളിയെ. ആനീസ് കിച്ചണിൽ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ ഇപ്പം എന്താ പറയുക, ഒരു ഇൻ്റർവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ വർത്തമാനമായിട്ടോ ആദ്യമായിട്ട് ആനീസ് കിച്ചണിൽ കൂടെയാണ് കേൾക്കാൻ പോകുന്നത്. ഒരുപാട് വിശേഷങ്ങളുണ്ട് കേൾക്കാൻ. പാട്ട് എന്തായാലും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. എല്ലാവരുടെ വായിലും ഉണ്ട്. അദ്ദേഹം എഴുതിയ വരികളായാലും പാട്ടായാലും ആരും കേൾക്കാത്ത മലയാളികളില്ല. എന്തായാലും ആനീസ് കിച്ചണിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. കൊല്ലം ഷാഫി. ഷാഫിക്ക് ശരിക്കും എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. എല്ലാവരും കേട്ടിട്ട് എന്താ പറയുക, ഹിറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പക്ഷെ ഇത്ര കൊല്ലം ഇത്ര അടുത്ത് നടന്നിട്ടും ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇത്രയും അറിഞ്ഞില്ല. ഇവിടുത്തെ കൊല്ലം, ഞാൻ ആ കൊല്ലമല്ല, കോഴിക്കോട് ജില്ലയിൽ ഒരു കൊയിലാണ്ടിക്കടുത്തൊരു കൊല്ലമുണ്ട്. അവിടെ ഒരു കൊല്ലമുണ്ടോ? അയ്യോ, എന്നാൽ എനിക്കറിയാമല്ലായിരുന്നു കേട്ടോ സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ നമ്മുടെ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കൊല്ലത്തിൽ നിന്നായിരിക്കും വരുന്നതെന്ന്. ശരിക്കും ഈ കൊല്ലമായിട്ട് അതിനൊരു റിലേഷൻ ഉണ്ട്. ആണോ? ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രശസ്തമായ വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, പിഷാരിക്കാവ്. അവിടെ കാളിയാട്ട മഹോത്സവം നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഭഗവതിയുടെ സഹോദരി ആണ് കൊല്ലത്തുള്ളത്. ഈ കൊല്ലത്തുള്ള ഭഗവതിയുടെ സഹോദരിയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ കാർമ്മികളെല്ലാം വന്നിട്ടാണ് അവിടുത്തെ ഉത്സവത്തിന്റെ ആ സമയത്ത് വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് കൊല്ലം എന്നത് ശരിക്കും പന്തലായനിയാണ്. ചരിത്രത്തിൽ ഹിസ്റ്ററിയിലുള്ളതാണ്. പന്തലായനി തീരം കച്ചവട തീരമായിരുന്നു. അവിടെ വാസ്കോഡ ഗാമയും മറ്റും കപ്പലിറങ്ങിയ സ്ഥലങ്ങളും ഒക്കെ അവിടെ തന്നെയാണ്. കാപ്പാടിന്റെ മറ്റൊരു തീരം, അപ്പുറത്തുള്ളൊരു തീരമാണ് കൊയിലാണ്ടി കൊല്ലം. ശരിക്കും അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട്, കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും അറിയണ്ട. അവിടെ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെപ്പോലെ ചെറിയ ആളെ ഭാഗ്യം. എൻ്റെ നാട്ടിലെ ഏറ്റവും ചെറിയ കലാകാരൻ ഞാനാണ്. കാരണം ബാക്കിയുള്ളവർ നല്ല ബ്രില്യൻ്റ് ആണ്, പക്ഷേ ഈ മേഖല തിരഞ്ഞെടുത്തില്ല. ജീവിതത്തിൻ്റെ വിവിധ തിരക്കുകളിൽ പെട്ട് പ്രവാസികളായിപ്പോയി, മറ്റ് പല ജോലികളിലുമായിപ്പോയി എന്നുള്ളൂ. ഇത്രയും കലാകാരന്മാരുള്ള ഒരു നാട്ടിൽ നിന്ന് പലർക്കും വരാൻ പറ്റിയില്ല, പലർക്കും ഈ കലയിൽ പ്രോത്സാഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവരവരുടെ ആവശ്യത്തിനായിട്ടും ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രവാസികളായി എന്ന കാര്യങ്ങളിലേക്ക് ചുമതല ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പിരിഞ്ഞു പോകാൻ, കലയോട് ഇത്രയും സ്നേഹിച്ചിട്ട്? അല്ല, അവസരങ്ങൾ ഇന്നത്തെ പോലെ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് 400 സംതിങ് കൊല്ലം, 500 കൊല്ലത്തിൻ്റെ അടുത്ത് ചരിത്രം പറയപ്പെടുന്ന പാരമ്പര്യമുള്ള ഒരു മേഖലയാണ്. നമ്മളൊരു ഫോക്ക് സെക്ഷൻ ആണെങ്കിലും കൂടെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനകത്തേക്ക് കടന്നു ചെല്ലാൻ ഇത്തിരി ധൈര്യവും അതുപോലെ
മാപ്പിളപ്പാട്ടിന് ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ അതിനെ മാപ്പിളപ്പാട്ടുകാരനാകാന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പോയിട്ട് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ടായിരിക്കണം അന്നത്തെ കാലത്ത് ലെജൻസുകളുടെ പാട്ടുകൾ കേട്ട് ആ ക്ലാസിക്കൽ ലെവൽ സോങ്സിനെ ബഹുമാനിച്ച് മാത്രം ലിപി വാമൊഴി മാത്രമുള്ള ലിപിയില്ലാത്ത ഭാഷകളിൽ സങ്കര ഭാഷകളിൽ മോയിൻകുട്ടി വൈദ്യരെ പോലുള്ള പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് അതുപോലെ ഒരുപാട് കവികൾ സൃഷ്ടിച്ചു വെച്ച ആ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഏരിയയിലേക്ക് എൻ്റെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് പാടാൻ അറിയുമെങ്കിലും കൂടെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഇന്നത്തെ പോലെ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കാൻ മീഡിയകളില്ല. എനിക്കിപ്പോൾ ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ടുപരിചയമുള്ള ഞാനിപ്പോൾ ആ അത്ഭുതം എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടില്ല. അനുചേച്ചിയുടെ അടുത്ത് വന്നിരിക്കാൻ സാധിക്കുന്നത് വലിയ ഒരു ഭാഗ്യം. നമ്മൾ ഒരിക്കലും ആ സിനിമകൾ കണ്ടിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഭാവിയിൽ ഇതേപോലെ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ചെറിയ നാട്ടിൽ നിന്നുകൊണ്ട് ചെറിയ ഏരിയയിൽ നിന്നുകൊണ്ട് അങ്ങനെ നമുക്ക് സാധിക്കുമെന്ന് തോന്നുക പോലുമില്ല. ഇന്നിപ്പോൾ അതല്ല, ഒരുപാട് ചാനൽസ് നിങ്ങൾ അമൃത TV അടക്കമുള്ള ചാനൽസ് ഒരുപാട് പ്രതിഭകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു റേഡിയോ സ്റ്റാർ മാത്രം, എൻ്റെ ചെറുതിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് റേഡിയോ സ്റ്റാറുകൾ എന്ന് പറയുന്ന റേഡിയോത്തിൽ പാടാം, അവിടെ പോലും ചെല്ലാൻ പലർക്കും ഭയമായിരുന്നു, പേടിയായിരുന്നു. എങ്ങനെ പോണം, ആരെ കാണണം, അത് ബഹുമാനാണ്, ഈ ഒരു മേഖലയോടുള്ള ബഹുമാനാണ്. അതാ. പക്ഷെ എപ്പോഴും മലബാറുകാരാട്ടെ മാപ്പിളപ്പാട്ടില് പേരെടുക്കുന്നത്. അപ്പൊ ഷാഫി എങ്ങനെ ഇതിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി ചെറിയൊരു മിമിക്രിക്കാരനാണ് എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര പ്രൊഫഷണൽ ട്രൂപ്പുകളിലൊന്നും പോയ ആളല്ല. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞങ്ങൾ കോമഡി കൊല്ലം എന്ന് പറഞ്ഞിട്ട് നാട്ടിൻ്റെ പേരും ചേർത്ത് സുനിൽകുമാർ, ഞാൻ പ്രകാശൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മിമിക്രി ആയിട്ട് നടന്ന സമയത്ത് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടുകളെ ഹൃദയത്തിലേറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പ്രയാസങ്ങളൊക്കെ മറക്കാൻ വേണ്ടി പാട്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന, മരുന്നും ഒക്കെ. അപ്പോൾ അതിന് കൂടെ ചേർന്ന് പാടാൻ വേണ്ടി മുഹമ്മദ് റഫീ സാഹിബിൻ്റെ പാട്ടുകളായിരുന്നു ഇഷ്ടം. ഉമ്മ ഹൈദരാബാദിയാണ്, ഉപ്പ മലയാളിയാണ്. അപ്പോൾ ഉറുദു മീനിങ് അറിയാം. ചെറുതിലെ റഫീ സാഹിബിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ, കിഷോർദാൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മീനിങ് അറിയുമ്പോൾ ചെറുതായിട്ട് ശ്രമം നടത്താം, ശ്രമിക്കാം. അപ്പോൾ അതിങ്ങനെ ട്രൈ ചെയ്യും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ നന്നായിട്ടുണ്ടടാന്നൊക്കെ പറയും. അപ്പോൾ മാക്സ് ഓർക്കസ്ട്ര ഒരു സലാമൊക്കെ ഉണ്ട്, അദ്ദേഹം ഒരു അവസരം തന്നു. മിമിക്രിയുടെ ഇടയിൽ പിന്നെ ഞാൻ ഒരു പാട്ടൊക്കെ അവതാരകനായി പോയി, ആങ്കറിങ് ചെയ്യാൻ പോയി. അതിനിടയിൽ പാടി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് മാപ്പിളപ്പാട്ടുകളും ചെറുതായിട്ട് പാടി തുടങ്ങി. പിന്നെ സ്വന്തമായിട്ടൊരു ആൽബം ഉണ്ടാക്കണം എന്ന് തോന്നി. അതിനുള്ള ധൈര്യം താജുദ്ദീൻ വടകര നെഞ്ചിനുള്ളിൽ നീയാണെന്ന് അദ്ദേഹം പാടിയ ആ പാട്ടിന് കിട്ടിയ പോപ്പുലാരിറ്റിക്ക് എനിക്ക് മനസ്സിലായി ഭയങ്കര സാഹിത്യമൊന്നും വേണ്ടി വരില്ല ഇന്നിൻ്റെ ആസ്വാദകർക്ക്. അപ്പോൾ നമുക്ക് ഒരു കൈ നോക്കാം. അങ്ങനെ എൻ്റെ എല്ലാ കിനാവുകളും കൂടി ചേർത്ത് വെച്ച് കിനാവ് എന്ന് പേരിട്ട് വൈഫിനെ കിട്ടിയ അതേ വർഷം തന്നെ അവളെ കല്യാണം കഴിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പം അവളുടെ സ്വർണത്തിൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ പണയം വെച്ച്, അല്ലാതെ വേറെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതിൽ നിന്ന് ഒരു കിനാവ് എന്ന് പറഞ്ഞ വർക്ക് ഇറക്കി. ഇതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. അതിനകത്ത് എങ്ങനെയാണ് ഇത് ആരെ സമീപിക്കണം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന ഒരു വടകരക്കാരനായ നല്ലൊരു മ്യൂസീഷ്യൻ, ഓൾറെഡി ഒരുപാട് പാട്ടുകൾ പുള്ളിയുടെ ഹിറ്റ് അന്നുണ്ട്. ഞാൻ അയാളുടെ ഒരു ആരാധകനാണ്. അങ്ങനെ പോയിട്ട് മടിച്ച് പറഞ്ഞു കുറച്ച് പാട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതിയതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ട്യൂൺ ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിയുടെ ട്യൂൺ അതിനേക്കാൾ മികച്ചതാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് പുള്ളിനെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ചു. സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പുള്ളിയുടെ കൂടെ പോകണമല്ലോ. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ നാട്ടുകാരെ പേടി എനിക്കും ഉണ്ട്. പക്ഷേ അതൊന്ന് ഭേദിക്കാൻ വേണ്ടി ആ മറ നീക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഷൈൻ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ഒരു പാട്ട് ഞാൻ അതിനകത്ത് പാടി, ബാക്കി മറ്റുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗായകരെ കൊണ്ടൊക്കെ പാടിച്ചു. അതങ്ങനെ വലിയ ഹിറ്റൊന്നും ആയില്ല. അത് കഴിഞ്ഞ് ആക്സിഡൻ്റായി കിടത്തൊക്കെ ആയിപ്പോയി. ഞാൻ ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റിലൊക്കെ പെട്ട് അത് വല്ലാതെ മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇടയ്ക്ക് ഗാനമേളകൾക്ക് പോവുമായിരുന്നു. പിന്നീട് ഫാത്തിമ പോലെ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പേര് വെച്ചൊരു പാട്ട് വേണമല്ലോ. അന്ന് പേരിൻ്റെ ട്രെൻഡാണ്. 2-3 വർഷം അത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ റെജില, എൻ്റെ വൈഫിനെ കുറിച്ച്, അവളെൻ്റെ മകന് ജന്മം നൽകാൻ വേണ്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങളവിടെ ഉണ്ട്. അങ്ങനെ വിട്ടു നിന്ന സമയത്തുണ്ടായ ഒരു വല്ലാത്തൊരു സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണെ റെജില. പറഞ്ഞു പോണ്ട, പാടിപ്പോവാ. സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണെ റെജില, ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ, അറബിക്കഥയിലെ റാണിയായി
ഓരോ കിനാവിലും വന്നു നീ അറബനമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞെൻ്റെ കൽവില് വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ വെണ്ണിലവും മോഹിക്കും നിന്നെ. ഇത് തന്നെയാണോ വൈഫ്? ഞങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ എടുക്കട്ടെ. തീർച്ചയായും ഫിഗർ എന്ന് പറയുന്നത് ഞാൻ ബിഹേവിങ് സ്വഭാവ രീതികൾ എന്നെക്കാൾ എന്തുകൊണ്ടും ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആളാണ്. അല്ല ഞങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ വൈഫിനെ മിസ് ചെയ്തപ്പോ ഉണ്ടാക്കിയ പാട്ടാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ കേട്ടപ്പോഴും എന്റെ പ്രേക്ഷകർ കേൾക്കുമ്പോഴും വൈഫിനെ പറ്റിയുള്ള ഫിഗർ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് ആ കുട്ടി എന്നുള്ളത് മനസ്സിലായി. ഒരു പാവാണ്, ഒരു ഓർത്തഡോക്സ് ഫാമിലി, ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഈ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിക്കുമ്പോൾ അതിൻ്റെതായ പ്ലസും മൈനസ് പോയിന്റ്സും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ അത് ഫേസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ ഒരു മുന്നേ ഒരു മോൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇത്രയും പക്ക ഓർത്തഡോക്സ് ഫാമിലിയിലായതുകൊണ്ടും ഞാൻ ഈ കലയിലേക്ക് ഇറങ്ങിയത് കൊണ്ടും എൻ്റെ ബാപ്പായനെ പള്ളിയിൽ നിന്നും ഇറക്കി വിട്ടു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടോ? ഓരോരുത്തരെയും കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമായ ഇസ്ലാം എന്ന് പറയുന്നത് ഇതിനെ വിശാലമായിട്ടൊന്നും വലിയ അറിവുള്ള ആളല്ല. പക്ഷെ നമ്മൾ ഈ മതങ്ങളെ, നമ്മളെ ഈ വിശ്വാസം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാന ഘടകം എവിടെയാണ് കിടക്കുന്നത്, എന്താണ് ഇത് അനുശാസിക്കുന്നത് അറിയേണ്ട ഒരു കടമ എനിക്കുള്ളത് കൊണ്ട് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറുതിലെ ഇതിനെ അന്വേഷിച്ച് നടന്ന ഒരു അന്വേഷകനാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കലകളെയും സർഗസിദ്ധികളെയും ഒക്കെ ദൈവം തരുന്നതാണ്. അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ എല്ലാ പ്രോത്സാഹനവും ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ അതിർവരമ്പുകളുണ്ട്. ദൈവചിന്ത ഉണ്ടാകുന്നതിനെയും ദൈവത്തിന് നിരക്കാത്തതൊന്നും ദൈവചിന്ത ഉണ്ടാകുന്നതിന് തടസ്സമാകുന്ന വിനോദങ്ങളെ വിലക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ 6-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണോ അവൈലബിൾ ആയ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് അവരന്ന് പാടി. അത് നന്മകളായിരുന്നു പാടിയത്. അതിൻ്റെ ഇപ്പുറത്ത് ശത്രുക്കളായിട്ടുള്ള ആളുകൾ തിന്മകളെ പാട്ടുകളാക്കിയിട്ട് ഇവരെ കളിയാക്കിയിട്ട് ഒക്കെ ഉണ്ട്. ആ രണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ. ഏത് മേഖലയിലും ഇതിൻ്റെ രണ്ടിനും, അതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും, നന്മയും തിന്മയും ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ തിന്മയിലേക്ക് സംഗീതം നയിച്ചു പോകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട് ആരോ ഏതോ പുരോഹിതന്മാർ എഴുതി വെച്ചാണോന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ തെറ്റിദ്ധാരണ. ഒരുപാട് വേദനയോടുകൂടി പറയുകയും ചെയ്തു. സത്യമാണ്, അതൊരു വേദനയല്ലേ. ഒരു കഴിവ് ദൈവം തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന് ദൈവം തടസ്സപ്പെടുത്തുന്നില്ല. ദൈവം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ശബ്ദം ഇല്ലാതാവണം, അല്ലെ പാടാൻ കഴിയാതാവണം. ഞാനിതിനൊരു ചോദ്യം എന്നോട് പറഞ്ഞ ഒരാളോട്, തർക്കിച്ച ആളല്ല, എന്നോട് പറഞ്ഞ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ച്, അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉസ്താദ്, ഇത് തെറ്റാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഒരുമിച്ചെടുത്തിട്ട് ഒരു ദിവസം ഈ തെറ്റുകളെ ശരിയായിട്ട് ദൈവം നമ്മളോട് പറയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ തെറ്റുകളും ശരിയാക്കി തന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ 1000 പേര് ഒരു ഹാളിനകത്ത് നിന്ന് തെറ്റെന്ന് നിങ്ങൾ അടിവരയിട്ട എണ്ണം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. മദ്യപാനായാലും മറ്റെന്തായാലും സാധിക്കും. 1000 പേർക്കും പാടാൻ ഒരാൾ, ആ 1000 പേരിൽ നമ്മൾ എല്ലാവരോടും പാടാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പാടാൻ പറ്റും? എത്ര പേർക്ക് പാടാൻ പറ്റും? ദൈവം സ്പെഷ്യലൈസ് ചെയ്ത് ഇവിടെ അയച്ചിട്ടുള്ള അവൻ്റെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വരശുദ്ധി കൊടുത്തിട്ടുള്ള താളബോധവും ശ്രുതിബോധവും ഉള്ള ആളുകൾക്ക് മാത്രമേ അവിടെ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാര് തന്നതാണ് ഈ അനുഗ്രഹം? അതിനെ തടയാൻ ജനത്തിന് എന്താ അവകാശമുള്ളത്? നമുക്ക് പറയാം, തെറ്റിലേക്ക് പോകരുത് ഇതിലൂടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവനവൻ്റെ ജീവിതത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കളങ്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ചെല്ലണ്ടെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും പാട്ട് പാടണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കലയെ സ്നേഹിക്കണ്ടെന്നും പറഞ്ഞിട്ടേ ഇല്ല. കലാകാരന്മാർക്ക് വലിയ പിന്നെ സ്വന്തം ഒരു ഷോൾ ഉണ്ടായിരുന്നു, പട്ടുണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്. അപ്പം തങ്ങൾ പല അന്നത്തെ ധനികരും അത് തരുമെന്ന് ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല, എത്ര പ്രതിഫലം പറഞ്ഞാലും. എന്നാൽ ഒരു പാട്ടുകാരന് അത് അസ്ഹാബുൻ സാബിത്ത്, അതുപോലെ കഅബുൻ സുഹൈർ റളിയല്ലാഹു തആല അങ്ങനെയുള്ള സഹാബക്കൾ, കവികൾക്ക് നബി ഇത് സമ്മാനിച്ചിരുന്നു എന്നാ. അപ്പം നബിൻ്റെ അനുചരന്മാരായ ഏറ്റവും അടുത്ത ഖലീഫമാർ 4 പേരും അത് നോക്കി നിന്നിട്ടുണ്ടെന്നാ. കാരണം അവർക്ക് പോലും കിട്ടാത്തൊരു പരിഗണന ഒരു കലാകാരന് നബി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഷാഫി പറയുന്ന പോലെ ഇപ്പം ഞാൻ ഈ പറയുന്നത് ഉപ്പ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിലെ മേലധികാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ഒന്ന് ഒരു എളിയ റിക്വസ്റ്റ് ആയിട്ട് ചെയ്താൽ മതി. കാര്യം ആ ഒരു മകന്റെയും ഒരു അച്ഛൻ്റെയും മനസ്സ് ഇത്രയായാലും വേദനിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം കിട്ടുന്നെങ്കിൽ, കാര്യം അത് ആ ഖുറാൻ പഠിച്ചിട്ട് പറഞ്ഞതും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടും പറഞ്ഞൊരു വ്യക്തി കേട്ടിട്ട് ഞാൻ ശരിവെക്കുകയാണ്. അതിനകത്ത് എനിക്കും ഒരു തെറ്റും തോന്നിയില്ല. അത് ഇന്ന മതം എന്നില്ല, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും എല്ലായിടത്തിലും ഞാൻ പാട്ട് കൊണ്ട് എൻ്റെ സ്വന്തം നാശമോ സമൂഹത്തിൻ്റെ നാശമോ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് തെറ്റാണ്. തെറ്റ്. ഞാൻ പാട്ട് കൊണ്ട് എൻ്റെ ഉപജീവനം, എൻ്റെ മഹീഷത്തായിട്ട് ഞാനിതിനെ എൻ്റെ ഉപജീവനമായിട്ടും പാട്ട് കൊണ്ട് സമൂഹത്തിൻ്റെ ഞാൻ പിന്നെ ഒക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടും നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കല എപ്പോഴും വേണം. പ്രത്യേകിച്ചും കലാപം ഇങ്ങനെ എപ്പോൾ പൊട്ടുമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കലാകാരന്മാർക്ക് ഐക്യപ്പെട്ട് അതിന് എതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നല്ല വഴി തുറന്നു കൊടുക്കാൻ കലക്കേ സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷെ ഇപ്പൊ ഷാഫി അടുത്ത് നമ്മൾ പാട്ടിന്റെ കാര്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വരുന്നതിനെക്കാട്ടിലും വലിയ 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 കാര്യങ്ങളാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു റിലാക്സ് വേണം അല്ലേ? എനിക്ക് ശരിക്കും മുഹമ്മദ് റാഫി സാറിന്റെ ഒക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഷാഫി. ഏറ്റവും നല്ലൊരു പാട്ട്, ഏറ്റവും ഹിറ്റായിട്ടുള്ള എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് പാടും. റഫി സാറിന്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഞാൻ പൊതുവേ എൻ്റെ ഫീലിംഗ് മറച്ചു പിടിക്കാനാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്ങിന് മരുന്നായിട്ട് ഇത് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ആ ഫീലിങ്സ് ഒക്കെ ജീവിതത്തിലെ എല്ലാ ഫീലിങ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സോങ്സ് ആണ് റഫി സാറിനെ ഞാൻ കൂടുതലും പഠിച്ചു വെക്കാറ്. ആയിക്കോട്ടെ. തുംഹേ ഹം ഢൂണ്ഡ്തേ ഹൈ ഹമേ ദിൽ ഢൂണ്ഡ്താ ഹൈ തുംഹേ ഹം ഢൂണ്ഡ്തേ ഹൈ ഹമേ ദിൽ ഢൂണ്ഡ്താ ഹൈ ना अब मंजिल है कोई न कोई रास्ता है अकेले है चले आओ जहाँ हो अकेले है चले आओ जहाँ हो कहाँ आवाज दे तुमको कहाँ हो अकेले है. ഇത് എപ്പോ പാടിയതാ? ഭാര്യ പ്രസവിക്കാൻ പോയപ്പോ പാടിയതാ? റഫി സാറിന്റെ പാട്ടാണ്. അതെനിക്കറിയാം. ഇത് മാത്രം കാണാതെ പഠിക്കാനുണ്ടെങ്കിൽ അതായിട്ട് നല്ലതായിട്ട് എന്താ പറയാ ലൈഫായിട്ട് നല്ല ചേർച്ചയുള്ള പാട്ടുകളാണ് ഞാൻ പഠിക്കുന്നത്. റഫി സാറിന്റെ കുറെ പാട്ടുകൾ ഞാൻ പഠിക്കാൻ കാരണം തന്നെ എന്റെ പ്രണയ ദുരന്തവും ഒക്കെ തന്നെയാണ്. മാരേജ് ആയിരുന്നു? അല്ല, ലവ് ഉണ്ടായിരുന്നു, മാരേജ്. പക്ഷേ ഭാര്യ അതാ പറഞ്ഞുകൊണ്ട് വരുന്നേ. അത് ലവ് എന്ന് പറഞ്ഞത് തികച്ചും ദുരന്തം മാത്രം എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചു. എന്നാൽ ഇപ്പുറത്ത് ആഫ്റ്റർ മാരേജ് എനിക്ക് അതിൽ കിട്ടിയ പ്രണയം, ഇപ്പോൾ നിലനിൽക്കുന്ന പ്രണയം, അതാണ് എനിക്ക് ലൈഫ് വന്നത്. നമ്മൾ ഓരോ നിമിത്തങ്ങൾ, ഞാനത് വിശ്വസിക്കുന്ന ആളാണ്, ദൈവവിശ്വാസി ആയതുകൊണ്ട് നിമിത്തങ്ങൾ വിശ്വസിക്കുന്നതാണ്. റജില എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന് എൻ്റെ ഉമ്മയാണ് ചെറുപ്പത്തിൽ എന്നെ പാടാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അവർക്ക് മതത്തിന്റെ ചിട്ടകളുള്ളതുകൊണ്ട് പാടാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വീട്ടിൽ നിന്ന് അസലായിട്ട് ഈ ജോലിക്കിടയിലൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂട്ടുകാരും നാട്ടുകാരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് വന്നെങ്കിലും എനിക്കൊരു ഇപ്പം കൊലശാഫി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അറിയില്ല, എന്നാലും ഇങ്ങനൊരു പേര് എവിടെ കേട്ടല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ലേബിളിലേക്ക് എന്നെ ആ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ലൈഫിലുണ്ടായത് സുന്ദരി നീ വന്നു ഗസലായി സമാധാനമായിട്ട് ആ സുന്ദരി വന്നുകൊണ്ടാണ്. റജില കടന്നു വന്നപ്പോഴാണ് എൻ്റെ ശുക്രൻ തെളിയുന്നത്. അത്രയും പോസിറ്റീവ് എനർജി അമ്മക്കുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് കുറവാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ അതിൻ്റെ അരിയത്ത് ഇരിക്കാറുണ്ട്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കും. ഭയങ്കര തിരക്കുള്ള ആളൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് സമയം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ തിരക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു തിരക്കുണ്ടാവില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന തിരക്ക് അത്രേ ഉള്ളൂ. നമുക്കിതിൽ നിലനിൽക്കണമെന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇതിന്റെ പിന്നാലെ പോകില്ല. അങ്ങനെ പോകുന്നതാണ് ഞാൻ. ആയിരക്കണക്കിന് നല്ല പാട്ടുകാരുണ്ട്, എന്നെ പാടാൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടും, അപ്പം ധൃതി പിടിച്ചു പോകും. ഞാൻ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത് പാചകമാണ്. ഞാനൊരു നല്ല ഹോട്ടൽ തൊഴിലാളിയുടെ മകനാണ്. വളപ്പിൽ മുഹമ്മദ് എന്ന് പറയുന്ന 10 വർഷമായി മരിച്ചിട്ട്. ജീവിതത്തിൽ എല്ലാവരും മരിക്കും, എന്നാലും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമല്ലോ പോയ കാലത്ത്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം അപ്പം നല്ല സമയം കാണാൻ പുള്ളിനെ കിട്ടിയില്ല എന്നുള്ള. ഞാനതിന് എൻ്റെ ഫ്രണ്ട് എനിക്ക് നല്ലൊരു രചയിതാവുണ്ട്, അത് ഞാൻ എഴുതിയ എന്നോട് മുഴുമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആശിർ വടകര എന്ന് പറയുന്ന അവനെ കൊണ്ട് എഴുതിച്ച അവൻ്റെ വാപ്പ എങ്ങനെ നഷ്ടപ്പെട്ടാണ്. വാപ്പയ്ക്ക് വേണ്ടി അന്ന് പാടിയ എൻ്റെ ആനന്ദ നാളുകൾ കാണുവാൻ എൻ്റെ ഉപ്പ ഇന്നില്ലാതെ പോയി. ഇതിനൊന്നൊരു കാവ്യഭംഗിയോ പദ്യത്തിൻ്റെ ഒരു റൂട്ടൊന്നും ഉണ്ടാവില്ല. ഗദ്യരൂപത്തിൽ
നമ്മുടെ മനസ്സ് പച്ചയ്ക്ക് നമ്മുടെ പറയുന്ന മനസ്സ് കാര്യം തുറന്നു പറയുന്നു. അങ്ങനത്തെ പാട്ടുകളാണ്. എനിക്ക് ഏറ്റവും സങ്കടവും അതാണ്. ഞാനിന്ന് ഒരുപക്ഷെ ഞാൻ പാട്ടിൻ്റെ രംഗത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഉപ്പാനെ പോലെ ഏതെങ്കിലും ദുബായിൽ ഏതെങ്കിലും ഹോട്ടലിൽ നല്ലൊരു കുക്കായിട്ടുണ്ടാവും. ഞാൻ കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഹോട്ടലിൽ കുക്കായിട്ടും സപ്ലയറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം കാണാൻ ഉള്ള കാരണം അതായിരിക്കുമല്ലോ, ദിവസവും പുതിയ റെസിപ്പി ഏതാ ഉള്ളതെന്ന് അറിയണം. അയ്യോ, എന്നിൽ നിന്നോ? അയ്യോ, ഇത്രയും വലിയൊരു അച്ഛൻ്റെ പാപ്പയുടെ മകൻ എന്നിൽ നിന്ന് എന്ത് പഠിക്കാൻ? ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞ് അടുക്കളയിൽ കിടന്ന് ഒരു വീട്ടമ്മ ഉണ്ടാക്കിയ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുറെ കുടുംബിനികൾ ഇത് പഠിച്ചിട്ടുണ്ട്, പരീക്ഷിക്കുന്നുണ്ട്. അയ്യോ, അത് സന്തോഷം കേട്ടോ, അത് എനിക്ക് വളരെ സന്തോഷം. പക്ഷെ എനിക്ക് മലബാർ സൈഡിലോട്ടൊക്കെ അത് പറയാൻ ഭയങ്കര പേടിയാ. കാര്യം ഭയങ്കര അയ്യോ, അതൊരു കലവറയാ, ഇങ്ങനെ തുറന്നാണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ഈ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിള ഭയങ്കര പേരാണ്. മരിച്ച് ഞാൻ ഇപ്പോൾ കബറിലാണെങ്കിലും പുതിയാപ്പിളിൻ്റെ കബറാന്ന് പറയും. അപ്പോൾ പുതിയാപ്പിളക്ക് കൊടുക്കുന്ന വേറൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി അന്ന് ആരോ ഉണ്ടാക്കി വെച്ച ഐഡിയ ഉള്ള തലയിൽ ആൾതാമസമുള്ള ഏതോ മഹാൻ ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു സിസ്റ്റം. പുതിയാപ്പിളക്ക് ഇപ്പം അതില്ല കേട്ടോ. എൻ്റെ ഉപ്പൊക്കെ കല്യാണം കഴിയുമ്പോൾ 41 ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. വിവിധ വിഭവങ്ങൾ അമ്മായി ഉണ്ടാക്കി കൊടുക്കണം. പുതിയാപ്പിള 41 ദിവസം വേറെ പണിക്കൊന്നും പോകണ്ടെന്നുള്ള രക്ഷയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഓരോ ദിവസവും ഭയങ്കര പേരിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയാണ് വിവിധ വിഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഞാൻ പഠിച്ചത്. 41ാമത്തെ ദിവസം ഇതെല്ലാം കൂടെ ഉണ്ടാക്കി, ഇനിയൊന്നും ഉണ്ടാക്കാൻ ബാക്കിയില്ല, എല്ലാം കൂടെ ചേർത്ത് എന്തോ ഉണ്ടാക്കിയിട്ട് ഇതിന് പേരിടാൻ മറന്നുപോയി. അങ്ങനെ അമ്മായിമ്മ ഇത് കൊണ്ടുവച്ചപ്പം മരുവൻ സ്വാഭാവികമായിട്ട്, അമ്മായി ഇന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനലല്ലേ, ഇതെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? അള്ളാഹു അലെന്ന് പറഞ്ഞു. അതായത് ദൈവത്തിനറിയാം. ഇന്നും ആ ഒരു വിഭവത്തിന്റെ പേര് അള്ളാഹു അലെന്നാ. അതൊന്നും വാങ്ങിക്കാനും കിട്ടൂല. എനിക്കറിയില്ല, അത് വാങ്ങിക്കാനും കിട്ടൂല. പഴമക്കാർക്ക് അറിയാം. നമ്മൾ ഇല്ല, നമ്മൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ഞാനും കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ ചിലപ്പോ ഉണ്ടാക്കും അള്ളാഹു അല. കാരണം ഞാനൊരു പൊറാട്ട ഉണ്ടാക്കിയ തെറ്റിപ്പോയാൽ ചിലപ്പോ അതായി മാറും. ഇനി എനിക്ക് ഈശ്വരൻ ഷാഫിക്ക് കുറേ നല്ല കഴിവുകളും എല്ലാം തന്നിട്ടുണ്ട്. സകലകലാ വല്ലഭൻ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഷാഫി. ഈ വാക്ക് നമ്മളെ കേരളത്തിലും പിന്നെ പ്രബുദ്ധരായ ജനങ്ങളും ആസ്വാദകരായ തമിഴ്നാട്ടുകാരും ആരും കേൾക്കണ്ട. പറയട്ടെ, സകലകലാ വല്ലഭന്മാർ ഒരുപാട് നമ്മളെ ലെജൻസുകളെ കണ്ടിരിക്കുന്ന ഈ നാട്ടിൽ എന്നെ പോലത്തെ ഒരുത്തനെ പിടിച്ചിരുത്തിയിട്ട് ചേച്ചിയെ പറയും അവര്. ഷാഫി, ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഒരു നല്ല ആർട്ടിസ്റ്റ് അല്ലേ? എത്ര ലെജൻസുകളുടെ കൂടെ, മമ്മൂക്കന്റെ കൂടെ ചേച്ചി അഭിനയിച്ചൊക്കെ ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാള് എത്രയോ വലിയ നടന്മാരുടെ കൂടെ ഇപ്പോഴും താരമായി നിൽക്കുന്ന ചേച്ചിനെ പോലെ ആള് എന്നെ പോലെ ഒരുത്തരെ പിടിച്ചിട്ട് ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ വലിയ ഒരു സകല കലാവല്ലഭരാന്ന് പറഞ്ഞ മോശമല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? സ്വന്തമായിട്ട് പറയാത്ത എന്നാന്ന് വെച്ചാൽ ഷാഫിയുടെ എളിമത്തം കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ അത് അംഗീകരിച്ചു തന്ന എന്താ വെച്ചാൽ എളിമത്തം ഇല്ല. ഞാൻ കാര്യം പറയട്ടെ, എന്തായാലും ഷാഫി ലിറിക്സ് എഴുതും, മ്യൂസിക് കമ്പോസ് ചെയ്യും, പാടും, ശ്രമിക്കും. ഇതെല്ലാം ചെയ്യല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ ചേച്ചി? എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ SSLC തോറ്റുപോയതാ. പറയട്ടെ, ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ ഗ്രാജുവേഷൻ ഭയങ്കര പിന്നെ എന്താ പറയണ്ടേ, ഡിഗ്രി ഒക്കെ എടുത്തവർക്ക് പോലും ഇവിടെ പണിയില്ല. എന്നെ പോലത്തെ ഒരുത്തൻ ഇപ്പോൾ സാധാ ഈ ഒരു നല്ല പണി തന്നെയാണ് പറയുന്നത്, നോർമൽ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്, പരിഗണനക്കും പരിമിതിയുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിൽ കയറിയ ഒരു കല എന്ന് പറയുന്ന വിത്ത് അവിടെ കിടപ്പുണ്ട്. അതിനെ മരമാക്കണോ അവിടെ വെച്ച് പിഴുതെറിയണോ തീരുമാനിക്കേണ്ടത് എൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. സംഗീതം എനിക്ക് സമാധാനം തരുന്നുണ്ട്. അതിലുപരി എനിക്കിത് ജീവിതം തരുന്നുണ്ട്. എൻ്റെ ഉപജീവനാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഉപജീവനം ഇത് തരുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് വേണമെടുത്തു, നാളെ പറ്റിയെന്ന് പാടാൻ കഴിഞ്ഞ് എന്നെക്കാളും നല്ല പാട്ടുകാരുള്ളതാണ്. എന്തെങ്കിലും എൻ്റെ പാട്ട് അസ്തമിച്ചു പോയാലോ പഠിച്ചോനെ. അപ്പോൾ എഴുതാനും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അനുഭവങ്ങളൊക്കെ ചെറുതായി ഇങ്ങനെ ക്രോഡീകരിച്ച് എഴുത്തിനെങ്ങനെ നന്നാക്കാൻ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഞാൻ അവരെ പ്രതിനിധിയായല്ലോ. എൻ്റെ നാട്ടിൻ്റെ ഉത്തരവാദിത്തം കൂടി. നമുക്കൊരു ചെറിയ മൊമെൻ്റോ ആരെങ്കിലും തന്നാൽ തന്നെ എൻ്റെ ഉത്തരവാദിത്തം കൂടി. അപ്പോൾ ഞാൻ എന്ത് വേണമെടുത്തെന്ന് പറഞ്ഞാൽ എഴുത്തിനെ നന്നാക്കാൻ ശ്രമിച്ചു. വീണ്ടും പിന്നെ പുതിയ കാലം വന്നപ്പം പാടുന്നവൻ തന്നെ അഭിനയിച്ച് കാണുമ്പോൾ ഞങ്ങളെ മേഖലയിൽ, ആൽബം മേഖലയിൽ അതാണ് മികച്ചത്. അപ്പോൾ പിന്നെ അറിഞ്ഞൂടെങ്കിലും ആകെ 5.5 അടിയേ ഉള്ളെങ്കിലും ഞാനും അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും തരക്കേടില്ലാന്ന് ആളുകൾ വിലയിരുത്തിയപ്പം പിന്നെ അതിൻ്റെ പിന്നാലെ ഡയറക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്, എന്താണ് ഈ സംവിധാനം മനസ്സിലാക്കി അവരെ കൂടെ നടന്നിട്ട് ഇതിൻ്റെ ഒന്നും ബേസിക് തിയറീസ് എനിക്ക് അറിഞ്ഞൂടാ.
പക്ഷേ ഇവരുടെ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ എഡിറ്റിംഗ് ഷൂട്ടിലും അവിടെ ഇവിടെയൊക്കെ മാസങ്ങളോളം പോയി ഇരുന്ന് ചോദിച്ച് അറിഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത ഒരു സോങ് ഏതാണ് ഷാഫി? കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഒരെണ്ണം പാടി. ജീവിതം ഒന്നേയുള്ളൂ പെണ്ണേ ഈ മണ്ണിൽ, ജീവനായി നീയേയുള്ളൂ ഇന്നെൻ്റെ ഉള്ളിൽ. ജീവിതം ഒന്നേയുള്ളൂ പെണ്ണേ ഈ മണ്ണിൽ, ജീവനായി നീയേയുള്ളൂ ഇന്നെൻ്റെ ഉള്ളിൽ. 1000 സങ്കൽപ്പങ്ങൾ വിരിഞ്ഞതോ കൺമുന്നിൽ, ആകാശതാരകങ്ങൾ തെളിഞ്ഞതോ നിൻ കണ്ണിൽ. നായികേ നിന്നെ പോലെ ഉലകത്തിലാര്, നാടകം തീരും മുമ്പേ എന്നിൽ വന്നു ചേര്. ജീവിതം ഒന്നേയുള്ളൂ. ഇത് മൊത്തം നമുക്ക് ഭാര്യയെ പറ്റിയുള്ള മൊത്തം ഫിഗറും കിട്ടിക്കഴിഞ്ഞിട്ടോ. എന്തായാലും ആ സന്തോഷത്തിൽ ഞാൻ എന്തായാലും ഉണ്ടാക്കിയ നിങ്ങളുടെ അത്രയും വരികയല്ല കേട്ടോ. ഇച്ചിരി ഈ ഒരു കുഞ്ഞ് അടുക്കളയെ പരീക്ഷിച്ച ഒരു കുഞ്ഞു ഭക്ഷണം ഉപ്പ ഒക്കെ ഉണ്ടാക്കി തന്ന പോലെയും ഉമ്മയുടെ കൈപുണ്യത്തോളവും എത്തുകയില്ല. ഇതിന്റെ രണ്ടിന്റെയും പേര് പറയാം. ഇത് ചപ്പാത്തി, ഇതെന്താ വെച്ചാ മുട്ടയില്ലേ, അതായത് മുട്ട വെച്ചിട്ടുണ്ടാക്കിയ മുട്ട സോറി എഗ് മോളി എന്ന് പറയും. അതാ ചെയ്ത. പക്ഷെ എഗ് മോളി ചെയ്തു. അപ്പൊ എന്നാന്ന് വെച്ചാൽ മുട്ട സാധാരണ പുഴുങ്ങിയല്ലേ ഇടുന്നേ. അപ്പൊ എന്നേലും ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു പ്രത്യേകത ഉണ്ട്. എന്നാ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരു ഷോയില് അവരെ ക്ഷണിച്ചപ്പോൾ ഇതിന്റെ ചാനലിന്റെ ഇതിന്റെ അണിയറ പ്രവർത്തകരോടും സംവിധായകനോടും പ്രൊഡ്യൂസറോടൊക്കെ കടപ്പാട് അറിയിച്ചുകൊണ്ട് പറയാണ്, ഇങ്ങനൊരു ഷോയിൽ വരാൻ എന്നെ പോലത്തെ ഒരു എളിയ കലാകാരന് ഭാഗ്യമുണ്ടായെന്ന് മനസ്സിലായപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങാനിരുന്ന ഡയറ്റിംഗ് ഞാൻ നാളത്തേക്ക് മാറ്റി. നാളെ തൊട്ട് സന്തോഷം. എന്റെ ഡയറ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള ഉഗ്രൻ സൽക്കാരം, ഉജ്ജ്വല ഭക്ഷണം. അത്ര ഇല്ലെങ്കിലും എന്നാൽ കഴിയുന്നത് പോലെ അത്രേ ഉള്ളൂ. ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇതേപോലെ ചേച്ചിയുടെ ഒപ്പം കഴിക്കുക എന്നുള്ള എൻ്റെ വിധിയിൽ എഴുതിയ ദൈവത്തിന് ഒരു പല കോടി നന്ദി അങ്ങനെ പറയരുത്. നമ്മുടെ നേരത്തെ പറഞ്ഞാല് എല്ലാവരും മനുഷ്യരാണ്. സന്തോഷം പങ്കിടുക, അതാണ് ഏറ്റവും നല്ലത്. മുഴുവൻ കഴിക്കണം നിർബന്ധം അങ്ങനെയില്ല. വിശേഷം പറയണം. വിശേഷം പറയാം. ആദ്യം ഇത് കഴിച്ചതിന്റെ വിശേഷം പറയാം. ഗംഭീരം. എല്ലാവരും വന്നിട്ട് പറയുന്ന പോലെ തന്നെ ഒരു പാചകക്കാരൻ്റെ മകൻ നിൽക്കും, ചെറിയൊരു പാചകക്കാരനായതുകൊണ്ടും നല്ലൊരു കുക്കിംഗ് എക്സ്പേർട്ടായ ഭാര്യയുള്ള ആളായതുകൊണ്ടും നല്ല കൈപ്പുണ്യമുള്ള ഭക്ഷണമാണ്. എൻ്റെ അല്ല, ഭഗവാൻ തരുന്നതാണ്. അടിപൊളി. താങ്ക് യു. ഇനി ഷാഫിയുടെ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പം ഞങ്ങൾ യൂട്യൂബിൽ ആണല്ലോ റിലീസിങ് എല്ലാം തന്നെ നടക്കുന്നത്. മുമ്പത്തെ പോലെ CDs ഇല്ല. 2-3 വർഷമായി. യൂട്യൂബിൽ ആദ്യമൊക്കെ റവന്യൂ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മിനിറ്റ് സാധനം പോസ്റ്റ് ചെയ്താലും ആഡ് കയറിക്കോളും. ആഡ്സൻസിനനുസരിച്ച് റവന്യൂ ഉണ്ടാവും. റവന്യൂ ഇപ്പോൾ കുറഞ്ഞു വന്നപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഒരു 1 മില്യൺ 2 മില്യൺ ആളുകളൊക്കെ കണ്ടാൽ നമുക്കതിന് ചിലവാക്കിയതും അതിൻ്റെ ചെറിയ ലാഭമൊക്കെ കിട്ടാം. അങ്ങനെ മനസ്സിലാക്കി 2-3 വർഷം മുമ്പ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പുതിയ കണ്ടെത്തലാണ് മ്യൂസിക്കൽ സിനിമ, അല്ലെങ്കിൽ മിനി ഫിലിം എന്നൊക്കെ പറയാം. നമ്മളൊരു സോങ്ങിന് 5 മിനിറ്റ് പാട്ടിനെ അതിൻ്റെ സെയിം രാഗത്തിൽ അതേ താളത്തിൽ അതേ ടെമ്പോയിൽ നമ്മൾ RRഉം എല്ലാം ചെയ്തുകൊണ്ട് സ്പെഷ്യൽ എക്സ്ട്രാ BGM ഉണ്ടാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ RR വായിച്ചുകൊണ്ട് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് 15 മിനിറ്റ് 5 മിനിറ്റ് പാട്ടിന് 15 മിനിറ്റ് ആക്കി വലിയൊരു കഥ പറഞ്ഞു പോവുക. നല്ലൊരു ക്ലൈമാക്സും ബിഗിനിങ്ങും എല്ലാം വെച്ചുകൊണ്ട് ഒരു നല്ല മെസ്സേജുള്ള ഒരു കഥ പറഞ്ഞു പോവാം. വിഷ്വൽ ബ്യൂട്ടി അതിനകത്ത് പ്രാധാന്യമുണ്ട്. നല്ല നടനമായിരിക്കണം അതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും. ഇങ്ങനെ കുറച്ച് പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൂഫി വർക്കുകളുണ്ട്. അതിൻ്റെ കുറച്ച് വർക്കുകൾ ചെറിയ മക്കൾ 3 പേരും 2 പെൺകുട്ടികളാണ്, ഒരു മോനും. 3 പേര് ഇപ്പോൾ 2 വർഷമായിട്ട് SR മീഡിയ എന്ന് പറയുന്ന ഇതിലൂടെ പാടാറുണ്ട്. അവരുടെ ശ്രമം. അപ്പോൾ അവർക്ക് വേണ്ടി പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ മുഴുനീള മധു ഗാനങ്ങളുള്ള ഒരു സൂഫി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൂ എന്നാണ് അതിൻ്റെ പേര്. ഇതിലൊക്കെ ഓരോ പാട്ടിന് പേരിടുമ്പോഴും അതിന് ഓരോ അർത്ഥങ്ങളുണ്ടോ? അർത്ഥങ്ങളുണ്ട്, തീർച്ചയായിട്ടും. ഹൂ എന്ന് പറയുന്ന അവൻ, നമ്മളിപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞതിൻ്റെ അകത്തുള്ള ഹൂ ആണ്. അപ്പോൾ അബ്ജദിയ, ഹിസാബുൽ അബ്ജദിയ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട്.
അറബിയിൽ. അതിൽ ഹ എന്ന് പറയുന്ന അക്ഷരം 5ഉം വാവ് 6ഉമാണ്. അപ്പോൾ ഹു 11ആണ്. 5 ഇസ്ലാം കാര്യവും കർമ്മമണ്ഡലങ്ങളിലുള്ള കാര്യങ്ങൾ 5 6 ഈമാൻ കാര്യം, വിശ്വാസപരമായ 6 കാര്യങ്ങൾ. ഇത് ചേർത്തുകൊണ്ടാണ് ഹു. ഓക്കെ. അപ്പോൾ ഓരോ പാട്ട് ഇറക്കുമ്പോഴും ഷാഫി ഓരോ മെസ്സേജസ് കൊടുക്കാറുണ്ടോ? നമ്മൾ ശ്രമം നടത്താറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും മറ്റുള്ള അറിവുള്ള ആളുകളോട് സംസാരിച്ചും. എനിക്ക് അറിവുള്ള ആളുകളായിട്ട് കൂടുതൽ തോന്നിയിട്ടുള്ളത് ആരെയാണെന്നറിയോ? ഈ മക്കാമുകളിൽ, ദർഗകളിലോ ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലോ നമ്മൾ വഴിയോരങ്ങളിലോ ഇരുന്നിട്ട് വെറുതെ നമ്മൾ ഭ്രാന്തന്നൊക്കെ ചിലർ വിളിക്കാറുള്ള, കുളി നനയൊന്നും ഇല്ലാന്ന് കണ്ടാൽ തോന്നുന്ന, അവിടെ പോയി ഇരുന്ന് കേട്ടുന്നു. അവരെ ചൊറിയണം, എന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ആദ്യം അരിശപ്പെടും. ആദ്യം പോടാന്നൊക്കെ പറയുമ്പോൾ ക്ഷമയോടുകൂടി അവിടെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനത്തെ ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മെസ്സേജുകളായിട്ട് പാസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നല്ല ഒരു മെസ്സേജ് ഞങ്ങൾക്കും കൂടി തരുമോ? അടുത്ത ശ്വാസം നിൻ പ്രാണവായുവായി എടുക്കുവാൻ നീയുണ്ടാകുമോ? തിടുക്കവും കൂട്ടി തിന്മത്തണലാക്കി ഒടുക്കനാൾ വിധി എന്താകുമോ? താനവും മാനവും കൂട്ടിനുണ്ടാകുമോ? സാധിച്ചൊരധികാരങ്ങൾ കാവലേകുമോ? സ്നേഹിച്ച പ്രിയരുണ്ടോ? സേവിച്ച പണമുണ്ടോ? ആ യാത്ര കബറും താണ്ടി തനിയെ പോകണം. ആരാധ്യൻ അല്ലാഹുവിൻ കനിവുണ്ടാകണം. നെക്സ്റ്റ് ബ്രീത്ത് നമുക്ക് എടുക്കാൻ നമ്മൾ ഉണ്ടാവുന്ന പോലും ഉറപ്പില്ല. ഈ പാസ്റ്റ് ഓർത്തിട്ട്, പോയ കാലത്തെ ഓർത്തിട്ട് പിന്നെ സങ്കടപ്പെട്ട്, വരാനിരിക്കുന്നതെന്ന് ഭയപ്പെട്ട്, മറ്റുള്ളവരോട് പോയിട്ട് എൻ്റെ ഭാവി എന്താണെന്ന് അന്വേഷിച്ച് വിറങ്ങലിച്ച്, ഈ നല്ല നിമിഷങ്ങൾ നമുക്ക് കയ്യിലുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഈ പ്രസൻസാണ്. ഇതിനെ മറന്നിട്ട് നമ്മൾ എന്തിനാണ് വെറുതെ ആവലാതിയും വേവലാതിയും പറഞ്ഞ് നമ്മളെ ഉരുകി തീരേണ്ട ആവശ്യമില്ല. നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സമ്പാദിച്ചതോ ഇതൊന്നും നമുക്ക് കൂട്ടിനുണ്ടാവില്ല. മരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ സ്വർഗീയ അവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ചെറിയ ബുദ്ധിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് ആളുകളുടെ, നല്ല മനുഷ്യന്മാരുടെ മനസ്സിൽ എൻ്റെ ഓർമ്മ അവിടെ ഉണ്ടാകുക. അവരുടെ മനസ്സിനകത്താണ് എൻ്റെ സ്വർഗം. നല്ല പ്രവൃത്തികൾ എന്നും നമ്മളിൽ, അവരുടെ മനസ്സിനകത്താണ് എൻ്റെ സ്വർഗം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ദുനിയാവിൽ ഇപ്പം അങ്ങനെ ഒരു സ്വർഗം അതേ ഉള്ളൂ. ഇത് നല്ലൊരു മെസ്സേജാണ്. ആര് കേൾക്കുമ്പോഴും അതൊന്ന് റീതിങ്ക് ചെയ്യും. പക്ഷെ നമ്മളുടെ ഇപ്പൊ ഈ സദസ്സ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ലല്ലോ, ആഘോഷിക്കാൻ കൂടെ വേണ്ടേ, ഇച്ചിരി ഒരു ബേളം വേണ്ടേ? ഇപ്പൊ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഷാഫി ആദ്യം സംസാരിച്ചത്. പിന്നെ നമ്മൾ ഭയങ്കര സീരിയസ് ടോക്കിലേക്ക് വരുന്നു. ഒരു കാര്യം ചെയ്യാം, ഒരു മുഹമ്മദ് റഫി സാറിന്റെ ഒരു പാട്ട് പാടിത്തരും. മുझे इश्क है तुझी से मेरी जान जिंदगानी, तेरा पास मेरा दिल है मेरी प्यार की निशानी. मुझे इश्क है तुझी से मेरी जान जिंदगानी, तेरा पास मेरा दिल है मेरी प्यार की निशानी. मुझे इश्क है तुझी से. ഓക്കെ, താങ്ക് യു. ഇനി ഷാഫിയുടെ ഒരു മാപ്പിളപ്പാട്ട്. ഓക്കെ, ഇതേപോലുള്ള പ്ലസന്റ് മൂഡ്. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വച്ചതാർക്കു വേണ്ടി? സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ ഈ ഇഷ്ടമാകെ കാത്തു വച്ചതാർക്കു വേണ്ടി? ചൊല്ല് റജില എൻ്റെ റജില, ചൊല്ല് റജില എൻ്റെ റജില, ചൊല്ലുവാൻ മടിച്ച എൻ്റെ ആശ കേൾക്കുവാൻ, നിറയെ സ്നേഹങ്ങൾ പങ്കുവെക്കുവാൻ, ഇരുളുമൂടിടാതെ എൻ്റെ ജീവിതത്തിൽ ഇനിയെന്നും നിലാവായി തെളിഞ്ഞിടുമോ? നീ മാഞ്ഞു പോയിടല്ലേ, എന്നെ ഏകനാക്കിടല്ലേ, നിൻ പ്രിയനായി എന്നെ നീ ചേർക്കുമുല്ലേ. എനിവേ ഷാഫി, താങ്ക് യു വെരി മച്ച്. ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. റജീലയുടെ അടുത്ത് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായി റജീല ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. താങ്ക് യു വെരി മച്ച് ഷാഫി.